2024-25 വർഷങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് കുതിപ്പേറാൻ സാധിക്കുന്ന, ഇന്ത്യൻ എക്കണോമിക്ക് തന്നെ നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന 3 റീസൺസിൽ 2 റീസൺ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഒന്ന് എന്താണ് ഇൻസ്റ്റാ സെറ്റിൽമെന്റ്, രണ്ടാമത് എസ്ബാ മോഡലിൽ സെക്കൻഡറി മാർക്കറ്റ്. ഈ 2 റീസണും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റീസൺ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മൂന്നാമത്തേതും അടിപൊളി റീസൺ ആണ്. അതെന്താണെന്നറിയോ? അതാണ് എല്ലാ പ്രൈവറ്റ് കമ്പനീസും, ഒരു അല്പം ഭേദപ്പെട്ട എല്ലാ പ്രൈവറ്റ് കമ്പനീസും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും അവരുടെ ഷെയർസ് ഡിമാറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് സെപ്റ്റംബർ 30-നുള്ളിലായിട്ട് എല്ലാ പ്രൈവറ്റ് കമ്പനീസും അവരുടെ ഷെയർസ് എല്ലാം തന്നെ ഡിമാറ്റ് മോഡിലേക്ക് ഡിമെറ്റീരിയലൈസ് ചെയ്ത് കീപ്പ് ചെയ്യണം. ഇത് ഗവൺമെന്റ് റൂളാണ്. 40 crores ടേൺ ഓവറും 4 crore പെയ്ഡ് ക്യാപിറ്റലും ഉള്ളതായിട്ടുള്ള എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും ആ കമ്പനിയുടെ ഷെയർസ് എല്ലാം തന്നെ ഡിമാറ്റ് മോഡിൽ കീപ്പ് ചെയ്യണം. ഇതെങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് ഗുണകരമാവുക എന്നാലോചിച്ചിട്ടുണ്ടോ? പറഞ്ഞുതരാം. ഇപ്പോൾ എന്താണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ അവരുടെ ഷെയർസ് ഡിമാറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്ലേ. ഇത് ഈ സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 30 കൂടി പ്രൈവറ്റ് കമ്പനീസും ചെയ്യേണ്ടി വരുമ്പോൾ ഈ പ്രൈവറ്റ് കമ്പനീസിനെല്ലാം സാധാരണഗതിയിൽ IPOയ്ക്ക് പോകണം എന്നുള്ള ആഗ്രഹമുള്ളവരാ, ലിസ്റ്റിംഗ് ചെയ്യണം, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണം എന്നുള്ള അഗ്രസീവായിട്ടുള്ള ഓണേഴ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനോ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷനോ സാധാരണ കമ്പനികളിലൊക്കെ എന്താ ചെയ്യുക, ആദ്യം സമീപിക്കുന്നത് ബാങ്ക് ലോണിനെയാണ് അല്ലേ. ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുക. ബാങ്ക് ലോണിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താ? അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളതാ അല്ലേ. ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാണ്ട് നമുക്കൊരു വലിയൊരു ഫണ്ട് എക്സ്പാൻഷന് വേണ്ടിയോ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയോ കിട്ടുവാണെങ്കിലോ എന്ന് കരുതുന്ന ഒരുപാട് മാനേജിംഗ് ഡയറക്ടേഴ്സും അതായത് ബിസിനസ് ഓണേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ IPOയ്ക്ക് പോകണം, ഇനീഷ്യൽ പബ്ലിക് ഓഫറിന്, അതായത് പബ്ലിക് ഇഷ്യൂ നടത്തണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അവരെയൊക്കെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPOയ്ക്ക് പോകണമെങ്കിൽ ഒരുപാട് ചടങ്ങാണ്, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. ആദ്യം R&D എഞ്ചിന് തപ്പിപ്പിടിക്കണം, ഐസിങ് ക്രിയേറ്റ് ചെയ്ത് ഡിമാറ്റലൈസ് ചെയ്യണം, അതിനുശേഷം മർച്ചന്റ് ബാങ്കറെ തേടി പിടിക്കണം, അങ്ങനെ സെബിയിൽ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ SME IPO ആണെങ്കിൽ BSE NSE SME എക്സ്ചേഞ്ചിലേക്ക് അവർ അപ്രോച്ച് ചെയ്യണം. അങ്ങനെയുള്ള 4-5 സ്റ്റെപ്സുകൾ. ആ സ്റ്റെപ്സുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം വിനിയോഗിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകളാണ് അല്ലേ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് മാത്രമേ ഒരു കമ്പനിക്ക് ലിസ്റ്റിംഗിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് ഓണേഴ്സ് എല്ലാം ഒന്ന് മടിക്കുന്നത്. പക്ഷെ ഇപ്പം എന്താ, നിർബന്ധപൂർവം ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് എല്ലാ കമ്പനീസും, എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും തന്നെ അവരുടെ ഷെയർസ് എന്ത് ചെയ്തിരിക്കണം, ഡിമെറ്റലൈസ്ഡ് ഫോം ആക്കണം എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ IPOന്റെ ടോട്ടൽ പ്രോസസ്സിന്റെ 50% മുകളിൽ ഇപ്പോൾ ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. അങ്ങനെയാണെങ്കിൽ IPOയിലേക്ക് എത്താൻ ഇനി അധികം ദൂരമില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവൽ എന്താണ്? IPO പബ്ലിക് ഇഷ്യൂ ആണ്. അപ്പോൾ അവർക്ക് നല്ല ഫണ്ട് കിട്ടും അല്ലേ. എക്സ്പാൻഷനോ വർക്കിംഗ് ക്യാപിറ്റലോ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം? കറക്റ്റ് അല്ലേ. അവരുടെ ഫേസ് വാല്യൂ 10 രൂപയാണെങ്കിൽ ആ SME IPO അല്ലെങ്കിൽ മെയിൻ ബോർഡ് IPO കൂടി ഇതിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് വാല്യുവേഷൻ കൂടും അല്ലേ. മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ, ഒരു ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും തന്നെ മാർക്കറ്റിലേക്ക് വരും, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ പുതിയതായിട്ടൊരു ഉണർവ് ഉണ്ടാവില്ലേ. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും മുന്നോട്ട് വരില്ലേ. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ, ഇന്ത്യൻ എക്കണോമിക്ക് തന്നെ ഈ ഒരു റീസൺ വളരെയധികം സ്ട്രോങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു റീസൺ മാത്രമല്ല, കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുള്ള 2 റീസൺസും. അപ്പോൾ ഒന്നും കൂടി പറയാണ്, കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കാണുക. ഈ 3 സ്ട്രോങ് റീസൺ ആണ് ഇന്ത്യൻ എക്കണോമിക്കും ഇന്ത്യൻ മാർക്കറ്റിനും ഉള്ളത്. അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്. എല്ലാവരും ശ്രദ്ധയോടെ പൈസ കളയാണ്ട് ട്രേഡ് ചെയ്യുക. അതിൽ ട്രേഡ് ചെയ്യുമ്പോൾ മിനിമൈസ് യുവർ ലോസ്, മാക്സിമൈസ് യുവർ പ്രോഫിറ്റ്. ഇൻവെസ്റ്റർ നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രം കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. നല്ല രീതിയിൽ എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.